ബീഹാറിന്റെ ഹൃദയഭൂമിയായ പാട്നയിലെ തിരക്കേറിയ തെരുവുകളിൽ നിന്നും അല്പം മാറി ഒരു ഇടുങ്ങിയ ഇടവഴിയിലാണ് അമന്റെ പഴയ തറവാട് വീട് സ്ഥിതി ചെയ്യുന്നത്. സിമന്റ് അടർന്ന ചുവരുകളും പഴമയുടെ ഗന്ധവുമുള്ള ആ വീടിന് പക്ഷെ ഒരു പ്രത്യേക ഐശ്വര്യമുണ്ടായിരുന്നു. ആ ഐശ്വര്യം കവിതയായിരുന്നു. 4 വർഷം മുൻപ് ആ പടി കടന്നു വന്നപ്പോൾ കവിത എന്ന പെൺകുട്ടി ഈ വീടിന്റെ ഓരോ കോണിലും ജീവൻ നിറച്ചു. പുലർച്ചെ 5 മണിക്ക് തന്നെ അവളുടെ പാദസരത്തിന്റെ കിലുക്കം ആ വീട്ടിൽ കേട്ടു തുടങ്ങും. തുളസിത്തറയിൽ വിളക്ക് വെച്ച് പൂജാമുറിയിലെ പിച്ചമണി മുഴക്കി അവൾ നടത്തുന്ന പ്രാർത്ഥന അമന്റെ ഉറക്കത്തിലേക്കുള്ള മധുരമായ തലോടലായിരുന്നു. അമൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ഇടത്തരം ജീവനക്കാരനാണ്. കിട്ടുന്ന ശമ്പളം കൊണ്ട് ആഡംബരങ്ങൾ ഒന്നും സാധ്യമല്ലെങ്കിലും കവിതയുടെ കരുതൽ ആ വീടിനെ ഒരു കൊട്ടാരമാക്കി മാറ്റി. അടുക്കളയിൽ നിന്ന് ഉയരുന്ന ഇഞ്ചിച്ചായയുടെ മണവും കവിതയുടെ പാചകവും അമന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളായിരുന്നു. ജോലി കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചെത്തുമ്പോൾ ചിരിച്ച മുഖത്തോടെ കാത്തു നിൽക്കുന്ന കവിത അവന് ആശ്വാസമായിരുന്നു. കവിതയെ സംബന്ധിച്ചിടത്തോളം അമൻ കേവലം ഒരു ഭർത്താവായിരുന്നില്ല, അവിടെ ലോകത്തിന്റെ കേന്ദ്രബിന്ദു തന്നെയായിരുന്നു. അവരുടെ ഇടയിൽ പിണക്കങ്ങൾ കുറവായിരുന്നു, ഇണക്കങ്ങൾ ഏറെയും. എന്നാൽ കാലം അതിന്റെ ഗതി മാറ്റാൻ അധികം സമയം വേണ്ടി വന്നില്ല. വിവാഹം കഴിഞ്ഞ് 3 വർഷങ്ങൾ പിന്നിട്ടതോടെ ആ വീട്ടിലെ സംഭാഷണങ്ങളുടെ താളം മാറി. പുറമെ കാണുന്ന ഐശ്വര്യത്തിന് താഴെ ഒരു കനൽ പുകയാൻ തുടങ്ങി. അയൽപ്പക്കത്തെ കല്യാണങ്ങൾക്കും കുട്ടികളുടെ നൂലുകെട്ടിനും പോയി വരുമ്പോൾ അമന്റെ അമ്മയുടെ മുഖം കറുക്കാൻ തുടങ്ങി. തുടക്കത്തിൽ അത് ചെറിയ പരിഭവങ്ങളായിരുന്നു, എന്നാൽ പതുക്കെ അത് മൂർച്ചയുള്ള വാക്കുകളായി മാറി. അമൻ, നിന്റെ കൂടെ ജോലിക്ക് ചേർന്ന രവിയുടെ വീട്ടിൽ 2ാമത്തെ കുട്ടിയായി. ഈ വീടിന്റെ പടിവാതിൽക്കൽ ഒരു കുഞ്ഞു കാൽപാദം പതിയാൻ ഞങ്ങൾക്കിനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും? അമ്മയുടെ ഈ ചോദ്യം ഒരു വൈകുന്നേരം ചായ കുടിച്ചു കൊണ്ടിരുന്ന അമന്റെയും കവിതയുടെയും ഇടിയിലേക്ക് ഒരു കല്ല് പോലെ വന്നു വീണു. അമൻ ഒന്നും മിണ്ടിയില്ല. അവൻ തല താഴ്ത്തി ചായ കുടിച്ചു തീർത്തു. കവിതയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിടർ പാഞ്ഞുപോയി. അതുവരെ അവൾ അനുഭവിച്ച സ്നേഹത്തിന് പകരം ആ മുറിയിൽ സഹതാപത്തിന്റെയും കുറ്റപ്പെടുത്തലിന്റെയും മണം പടർന്നു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും അമ്മായിയമ്മയുടെ സ്വഭാവം കൂടുതൽ പരുക്കനായി. അടുക്കളയിലെ പാത്രങ്ങളുടെ ശബ്ദം വർദ്ധിച്ചു. ഈ വീട്ടിലൊരു തൊട്ടിലാടുന്നത് കാണാൻ ഞങ്ങൾക്ക് യോഗമില്ലേ? ഞങ്ങളുടെ കാലശേഷം ഈ വംശം ഇവിടെ അവസാനിക്കുമോ എന്ന ചോദ്യം കവിതയെ ലക്ഷ്യം വെച്ചുള്ള പതിവ് ശരമായി മാറി. ഓരോ തവണ ഈ വാക്കുകൾ കേൾക്കുമ്പോഴും കവിത തന്റെ മുറിയിൽ പോയി വാതിലടച്ച് തേങ്ങുമായിരുന്നു. താൻ ഒരു കുറവുള്ളവളാണോ എന്ന ചിന്ത അവളുടെ ഉറക്കം കെടുത്തി. അമ്മനും പതിയെ മാറുകയായിരുന്നു. ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദവും വീട്ടിലെ ഈ കുത്തുവാക്കുകളും അവനെ അസ്വസ്ഥനാക്കി. പഴയതുപോലെ കവിതയോട് സംസാരിക്കാനോ അവളുടെ വിഷമങ്ങൾ കേൾക്കാനോ അവൻ സമയം കണ്ടെത്തിയില്ല. പകരം അവൻ മൗനത്തിന്റെ ഒരു പുതുപ്പിനുള്ളിലേക്ക് ഒളിച്ചു. ഈ മൗനം കവിതയെ കൂടുതൽ ഭയപ്പെടുത്തി. സ്നേഹമുള്ള ഒരു ഭർത്താവിൽ നിന്നും അവൻ വെറുമൊരു അപരിചിതനായി മാറുന്നത് അവൾ വേദനയോടെ നോക്കി നിന്നു. പിന്നീടുള്ള മാസങ്ങൾ ആശുപത്രികളുടെയും ലാബുകളുടെയും വരാന്തകളിലായിരുന്നു. പാട്നയിലെ അറിയപ്പെടുന്ന ഗൈനക്കോളജിസ്റ്റുകളുടെ ഒക്കെ ക്ലിനിക്കുകളിൽ അവർ കയറിയിറങ്ങി. മരുന്നുകളുടെ കയ്പുള്ള മണവും വന്ധ്യത ചികിത്സയെക്കുറിച്ചുള്ള കുറിപ്പടികളും അവിടെ കിടപ്പുമുറിയിലെ അലമാരകളിൽ നിറഞ്ഞു. ഓരോ പരിശോധനയ്ക്ക് ശേഷവും അടുത്ത തവണ ശരിയാകുമെന്ന പ്രതീക്ഷയോടെ കവിത മടങ്ങി വരും. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് ആയുസ് കുറവായിരുന്നു. വന്ധ്യതാ ചികിത്സയുടെ ഭാഗമായുള്ള ഹോർമോൺ ഗുളികകൾ കവിതയുടെ ശരീരത്തെ മാത്രമല്ല അവളുടെ മാനസികാവസ്ഥയും തളർത്തി. കണ്ണാടിയിൽ നോക്കുമ്പോൾ പഴയ പ്രസരിപ്പുള്ള കവിതയെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. പകരം വിളറിയ മുഖമുള്ള, ഉള്ളിൽ പേടി ഒളിപ്പിച്ച ഒരു സ്ത്രീയെയാണ് അവൾ കണ്ടത്. ചുറ്റുമുള്ള ബന്ധുക്കളുടെയും അയൽക്കാരുടെയും ചോദ്യങ്ങൾ മറ്റൊരു വെല്ലുവിളിയായിരുന്നു. വിശേഷമൊന്നുമില്ലേ മോളെ എന്നും വെറും വാക്കിന് പിന്നിലെ പരിഹാസം കവിതയ്ക്ക് വ്യക്തമായി മനസ്സിലാകുമായിരുന്നു. ഉത്സവങ്ങൾക്കും കുടുംബയോഗങ്ങൾക്കും പോകുന്നത് അവൾ ഒഴിവാക്കി. അമ്മായിമ്മയാകട്ടെ നാട്ടുകാരെ കാണുമ്പോൾ കവിതയെക്കുറിച്ച് പരാതി പറയാൻ തുടങ്ങി. നല്ലൊരു കുടുംബത്തിൽ നിന്ന് നോക്കി കൊണ്ടുവന്നതാണ്, പക്ഷേ ഞങ്ങളുടെ കുടുംബം നിലനിർത്താൻ അവൾക്ക് യോഗമില്ലാതായി പോയി. ഈ വാക്കുകൾ ഒരു കാട്ടുതീ പോലെ കവിതയുടെ അന്തസ്സിനെ ദഹിപ്പിച്ചുകൊണ്ടിരുന്നു. വീട്ടിനുള്ളിൽ നിശബ്ദത ഭയാനകമായിരുന്നു. പണ്ട് കവിത പാടിയ പാട്ടുകളും ചിരികളും മാഞ്ഞുപോയി. പകരം അവിടെ മുഴുങ്ങിക്കേട്ടത് ഇടയ്ക്കിടെയുള്ള അമ്മായിമ്മയുടെ ശാപവാക്കുകളും അമന്റെ ഗഹനമായ വിശ്വാസങ്ങളും മാത്രമായിരുന്നു. കവിത തന്റെ വേദനകൾ ആരോടും പങ്കുവെച്ചില്ല. തന്റെ മാതാപിതാക്കളെ വിഷമിപ്പിക്കാതിരിക്കാൻ അവർ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പോലും സന്തോഷം അഭിനയിച്ചു. എന്നാൽ രാത്രിയിൽ അവൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ തലയാണിയിൽ മുഖം അമർത്തി കരഞ്ഞു. ആ സങ്കടം കേൾക്കാൻ ആ പഴയ വീടിന്റെ ചുവരുകൾക്ക് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അമന്റെ അച്ഛൻ മിക്കവാറും സമയങ്ങളിൽ മൗനമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ നിശബ്ദമായ നോട്ടത്തിൽ പോലും ഒരു പേരക്കുട്ടിക്ക് വേണ്ടിയുള്ള ദാഹം കവിത കണ്ടു. ആ വീട്ടിലെ ഓരോ ചുവരും ഓരോ വസ്തുവും അവളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. സായന്തനങ്ങളിൽ ജനാലിക്കൽ ഇരിക്കുമ്പോൾ താഴെ തെരുവിൽ കളിക്കുന്ന കുട്ടികളുടെ ഒച്ച കേൾക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയും. തനിക്കും ഒരു കുഞ്ഞുണ്ടാകുമെന്നും ഈ ദുരിതകാലം മാറുമെന്നും അവൾ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ വിശ്വാസത്തിന് മേൽ വിധി മറ്റൊരു വലിയ കെണി ഒരുക്കുന്നുണ്ടായിരുന്നു. ലാബിൽ നിന്നും വരാനിരിക്കുന്ന ആ റിപ്പോർട്ട് അവളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റാൻ പോവുകയാണെന്ന് ആ പാവം പെൺകുട്ടി അറിഞ്ഞില്ല. കനൽ പുകയുന്ന ആ വീട് ഒരു വലിയ സ്ഫോടനത്തിന് തൊട്ടടുത്തെത്തി നിൽക്കുകയായിരുന്നു.
അമന്റെ ഉള്ളിൽ നാളുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന അക്ഷമ ഒരു വലിയ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. കവിതയോടുള്ള അവന്റെ പെരുമാറ്റത്തിൽ ഇപ്പോൾ സ്നേഹത്തിന്റെ ഒരു തരിമ്പ് പോലും അവശേഷിച്ചിരുന്നില്ല. ഓഫീസിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അവന്റെ ചിന്തകൾ ഒരു കേന്ദ്രത്തിൽ മാത്രം തറച്ചു നിന്നു. തന്റെ വംശം നിലനിർത്താൻ ഒരു അവകാശമില്ലാത്ത അവസ്ഥ. സുഹൃത്തുക്കൾക്കിടയിൽ അവൻ പതുക്കെ ഉൾവലിയാൻ തുടങ്ങി. സമാഗമങ്ങളിൽ സുഹൃത്തുക്കൾ തങ്ങളുടെ മക്കളുടെ കുസൃതികളെക്കുറിച്ചും അവരുടെ സ്കൂൾ വിശേഷങ്ങളെക്കുറിച്ചും വാചാലരാകുമ്പോൾ അമൻ ഒരു മൂലയിൽ ഒറ്റപ്പെട്ടു. ചിലരുടെ നോട്ടത്തിൽ സഹതാപമായിരുന്നു. മറ്റു ചിലർ പരിഹാസപൂർവ്വം അവനെ നോക്കി ചിരിക്കുന്നതായി അവന് തോന്നി. ആ നോട്ടങ്ങൾ അവന്റെ പുരുഷത്വത്തിന് ഏറ്റ മുറിവുകളായി അവൻ കരുതി. ബന്ധുക്കളുടെ വിശേഷ ദിവസങ്ങളിൽ പങ്കെടുക്കുന്നത് അമൻ പാടെ നിർത്തി. എന്താ അമൻ, ഒന്നും ആയില്ലേ എന്ന സ്ഥിരം ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്റെ അന്തസ് ഇല്ലാകുന്നതായി അവൻ വിശ്വസിച്ചു. ഈ അപകർഷതാബോധം വീട്ടിലെത്തുമ്പോൾ അവൻ കവിതയ്ക്ക് മേൽ തീർത്തു. സ്നേഹനിധിയായ ഭർത്താവിൽ നിന്നും ക്രൂരനായ ഒരു വിമർശകനായി അവൻ പരിണമിച്ചു. വീട്ടിലെ ഓരോ സാധാരണ സംഭാഷണവും കുട്ടികളില്ലാത്ത അവസ്ഥയിലേക്കും കവിതയുടെ ഭാഗ്യക്കേടിലേക്കും അവൻ മനഃപൂർവ്വം വഴിതിരിച്ചു വിട്ടു. അങ്ങനെ ഇരിക്കെയാണ് ആ കറുത്ത ദിനം കടന്നു വരുന്നത്. പാട്നയിലെ ഏറ്റവും പ്രശസ്തമെന്ന് കരുതപ്പെടുന്ന ഒരു ലാബിൽ നിന്നുമാണ് ആ മെഡിക്കൽ റിപ്പോർട്ട് വന്നത്. ഒരു വെള്ള കടലാസിൽ കറുത്ത മഷിയിൽ അച്ചടിച്ച ആ വരികൾ അവരുടെ ജീവിതത്തിന്റെ ബാക്കി പത്രമായിരുന്നു. കവിതയ്ക്ക് ഒരിക്കലും അമ്മയാകാൻ കഴിയില്ലെന്ന നിഗമനമായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ശാസ്ത്രീയമായ ചില സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ച് അവർ ആ സത്യത്തെ ഉറപ്പിച്ചു. അമൻ ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത് സങ്കടം കൊണ്ടായിരുന്നില്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ട ദേഷ്യം കൊണ്ടായിരുന്നു. റിപ്പോർട്ട് വായിച്ചു തീർന്നതോ അമൻ അത് കവിതയുടെ മുഖത്തേക്ക് എറിഞ്ഞു. ഇതാ നിന്റെ വിധി, അവൻ ആക്രോശിച്ചു. കവിത തകർന്നുപോയി. വിറയ്ക്കുന്ന കൈകളോടെ ആ കടലാസ് കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് അവൾ വായിച്ചു. ഓരോ വാക്കും അവളുടെ ഹൃദയത്തിൽ കൂരമ്പുകൾ പോലെ തറച്ചു കയറി. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ഉള്ളിലെ മാതൃത്വം അത്രമേൽ തീവ്രമായിരിക്കെ പ്രകൃതി തന്നോട് ഇത്രയും വലിയ ചതി ചെയ്യുമെന്ന് അവൾ കരുതിയിരുന്നില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. അമ്മന്റെ കാല് പിടിച്ച് അവൾ കെഞ്ചി. അമ്മൻ, ഇതില് എന്തോ ഒരു തെറ്റുണ്ട്. ആ ലാബിന് എന്തോ പിഴവ് സംഭവിച്ചതാണ്. നമുക്ക് മറ്റൊരിടത്ത് പരിശോധിക്കാം. ഒരു വലിയ ഡോക്ടറെ കാണാം. എനിക്ക് ഉറപ്പാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ കവിതയുടെ അപേക്ഷകൾ അവന്റെ ചെവിയിൽ എത്തിയില്ല. അവന്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ അവസാന തുള്ളിയും വറ്റിപ്പോയിരുന്നു. ആ റിപ്പോർട്ട് അവന്റെ അഹങ്കാരത്തിനുള്ള ഒരു അംഗീകാരമായിരുന്നു. കുറ്റം തന്റേതല്ല, അവളുടേതാണ് എന്ന തിരിച്ചറിവ് അവനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചു. ഇനി എന്ത് പരിശോധിക്കാൻ? നഗരത്തിലെ ഏറ്റവും വലിയ ലാബിൽ നിന്നുള്ള റിപ്പോർട്ടാണിത്. നീ വെറും ഒരു വന്തിയാണ് കവിത, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വന്നവൾ. അവന്റെ വാക്കുകൾ ചമ്മട്ടി പ്രഹരത്തേക്കാൾ കഠിനമായിരുന്നു. റിപ്പോർട്ട് വീണ്ടും പരിശോധിക്കാനുള്ള വിവേകം പോലും അവന്റെ അന്ധമായ ദേഷ്യത്തിൽ ഇല്ലാതായി. ആ റിപ്പോർട്ട് ഒരു അന്തിമ വിധിയായി അവൻ സ്വീകരിച്ചു. അവന്റെ അമ്മ ഈ അവസരം മുതലെടുത്തു. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവൾക്കൊരു കുട്ടി ഉണ്ടാവില്ലെന്ന്. എന്റെ മോന്റെ ജീവിതം വെറുതെ പാഴായി. അമ്മായിമ്മയുടെ വാക്കുകൾ വീട്ടിലെ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കി. കവിത ആ വീട്ടിൽ ഒറ്റപ്പെട്ടു. അവൾ സ്നേഹിച്ച മനുഷ്യൻ അവളിൽ നിന്ന് അകലാൻ തുടങ്ങി. കിടപ്പുമുറിയിൽ പോലും അവർക്കിടയിൽ വലിയൊരു മതിൽ ഉയർന്നു. അമൻ അവളോട് സംസാരിക്കുന്നത് നിർത്തി. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അവളുടെ സാമീപ്യം അവനെ അലസരപ്പെടുത്തി. വീട്ടിലെ ഓരോ നിമിഷവും കവിതയ്ക്ക് നരകതുല്യമായി മാറി. അവൾ വെറും ഒരു വേലക്കാരിയെ പോലെ ആ വീട്ടിൽ കഴിഞ്ഞു. താൻ ചെയ്ത തെറ്റെന്താണെന്ന് അവൾ ആവർത്തിച്ച് ചിന്തിച്ചു. രാത്രികളിൽ അവന്റെ ശ്വാസോച്ഛ്വാസം കേട്ട് അവൾ ഉറങ്ങാതെ കിടന്നു. അവൻ ഒരിക്കലെങ്കിലും തന്നെ ചേർത്ത് പിടിക്കുമെന്നും സാരമില്ല കവിത, നമുക്ക് ദത്തെടുക്കാം എന്ന് പറയുമെന്നും അവൾ വെറുതെ മോഹിച്ചു. എന്നാൽ അവന്റെ ചിന്തകൾ മറ്റൊരു വഴിയിലായിരുന്നു. അവൾക്ക് നേരെ നോക്കുന്നത് പോലും ഒരു പാപമായി അവൻ കണക്കാക്കി. അവന്റെ അഹങ്കാരം അവനെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. താൻ ഒരു ഇരയാണെന്ന് അവൻ സ്വയം വിശ്വസിച്ചു. സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കവിതയെ ഒഴിവാക്കുകയാണ് ഏക പോംവഴിയെന്ന് അവൻ തീരുമാനിച്ചുറപ്പിച്ചു. സ്നേഹത്തിന്റെ അടിസ്ഥാനം ശാരീരികമായ പൂർണ്ണതയിലാണെന്ന് അവൻ തെറ്റായി ധരിച്ചു. കവിതയുടെ കണ്ണീരോ അവൾ അർപ്പിച്ച സ്നേഹമോ ഒന്നും അവന്റെ കല്ലായ മനസ്സിൽ ചലനമുണ്ടാക്കിയില്ല. ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ വിധിയായിരുന്നില്ല, മറിച്ച് ഒരു ചതിക്കുഴിയായിരുന്നു. ലാബ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചെറിയ അശ്രദ്ധ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ തകർക്കുമെന്നതിന്റെ ഉദാഹരണമായിരുന്നു അത്. കവിതയുടെ രോഗാവസ്ഥയല്ല, അവന്റെ മാനസികാവസ്ഥയായിരുന്നു യഥാർത്ഥത്തിൽ ചികിത്സിക്കപ്പെടേണ്ടിയിരുന്നത്. പക്ഷെ അന്ധമായ വിശ്വാസവും അഹങ്കാരവും അവനെ നയിച്ചുകൊണ്ടിരുന്നു. കവിതയാകട്ടെ ആ ചതിക്കുഴിയിൽ വീണ് ശ്വാസം മുട്ടുകയായിരുന്നു. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിലെ സങ്കടം പോലെ തോരാതെ. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുമ്പുള്ള ഭയാനകമായ നിശബ്ദത ആ വീട്ടിൽ പടർന്നു പിടിച്ചു. കവിതയുടെ ജീവൻ ഇനി എങ്ങോട്ടാണെന്ന ചോദ്യം ആ പഴയ വീടിന്റെ ഓരോ കോണിലും ആറ്റുലി കൊണ്ടു. പാട്നയിലെ ആ പഴയ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ അന്ന് തളംകെട്ടി നിന്നത് മരണതുല്യമായ ഒരു നിശബ്ദതയായിരുന്നു. അവന്റെ ചുണ്ടിൽ നിന്നും ഉതിർന്നു വീണ ആ വാക്ക് വിവാഹമോചനം കവിതയുടെ ലോകത്തെ ഒന്നാകെ പിഴുതെറിഞ്ഞു. ചായക്കപ്പുമായി അടുക്കളയിൽ നിന്നും വരികയായിരുന്ന അവളുടെ കൈകൾ വിറച്ചു. ചില്ലുപാത്രം നിലത്ത് വീണ് തകരുന്ന ശബ്ദം ആ മുറിയിലെ മൗനത്തെ കീറി മുറിച്ചു.
ചിതറിത്തെറിച്ച ചില്ലു കഷ്ണങ്ങളെക്കാൾ ദയനീയമായി കവിതയുടെ ഹൃദയം അപ്പോൾ തകർന്നിരുന്നു. അവൾ വിശ്വസിക്കാനാകാതെ അവനെ നോക്കി. അവന്റെ കണ്ണുകളിൽ പണ്ട് ഉണ്ടായിരുന്ന ആർദ്രതയുടെ ഒരംശം പോലും ബാക്കിയുണ്ടായിരുന്നില്ല. പകരം അപരിചിതമായ ഒരു കടുപ്പവും വെറുപ്പും അവിടെ കട്ടപിടിച്ചു കിടന്നു. അമൻ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ ചോദിച്ചു. അമൻ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. ജനാലയ്ക്ക് പുറത്തെ ഇരുട്ടിലേക്ക് കണ്ണും നട്ട് നിന്നുകൊണ്ട് അവൻ തന്റെ തീരുമാനം ആവർത്തിച്ചു. എനിക്കിനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കവിത. കുട്ടികളില്ലാത്ത ഒരു വീട്ടിൽ വെറും ഒരു വന്ധ്യയോടൊപ്പം ജീവിതം പാഴാക്കാൻ എനിക്ക് സൗകര്യമില്ല. എനിക്ക് എന്റെ വംശം നിലനിർത്തണം. അതിന് മറ്റൊരു വിവാഹം അനിവാര്യമാണ്. ഓരോ വാക്കും കവിതയുടെ ഉള്ളിൽ തറയ്ക്കുന്ന അമ്പ് പോലെയായിരുന്നു. തന്റെ ആത്മാവ് പകുത്തു നൽകി സ്നേഹിച്ച മനുഷ്യൻ തന്നെ കേവലം ഒരു ശരീരമായി മാത്രം കാണുന്നുവെന്ന തിരിച്ചറിവ് അവളെ തളർത്തി. കവിത അവന്റെ കാൽക്കൽ വീണു. ആ പഴയ തറയോടുകളിൽ വീണ അവളുടെ കണ്ണുനീർ അവന്റെ ചെരുപ്പുകളെ നനച്ചു. അമൻ, ദയവായി എന്നെ ഉപേക്ഷിക്കരുത്. ആ റിപ്പോർട്ട് തെറ്റായിരിക്കും. നമ്മൾ എത്ര സന്തോഷമായിരുന്നതാണ്. ഒരു കുഞ്ഞില്ലാത്തത് എന്റെ മാത്രം കുറ്റമാണോ? എന്നെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കരുത്. അവളുടെ രോദനം ആ വീടിന്റെ ഓരോ കോണിലും മാറ്റുലി കൊണ്ടു. എന്നാൽ അവന്റെ മനസ്സ് ഒരു പാറക്കല്ല് പോലെ ഉറച്ചു പോയിരുന്നു. അമ്മായിയമ്മ ദൂരെ നിന്ന് പരിഹാസത്തോടെ ഇതൊക്കെ നോക്കി നിന്നു. അവരുടെ മൗനാനുവാദം അമ്മന് കൂടുതൽ കരുത്തു നൽകി. ഒരു കാലത്ത് മാലാഖയെ പോലെ കവിതയെ സ്നേഹിച്ച അമ്മൻ ഇന്ന് തന്റെ സ്വാർത്ഥതയ്ക്കും അഹങ്കാരത്തിന് മുന്നിൽ ക്രൂരനായ ഒരു വേട്ടക്കാരനായി മാറി. നിയമപരമായ കടലാസുകൾ അമ്മൻ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. എല്ലാം വളരെ വേഗത്തിലായിരുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും ഈ തീരുമാനത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ചിലർ മൗനം പാലിച്ചു. മറ്റു ചിലർ അമ്മനെ ന്യായീകരിച്ചു. അവനും ജീവിക്കണ്ടേ, ഒരു കുഞ്ഞില്ലാതെ എങ്ങനെയാ എന്ന ചോദ്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ അമ്മനെ ഒരു ഇരയാക്കി മാറ്റി. കവിതയാകട്ടെ യാതൊരു തെറ്റും ചെയ്യാതെ തന്നെ പ്രതിക്കൂട്ടിലായി. കോടതിയുടെ പടവുകൾ കയറുമ്പോൾ അവൾ ആകെ തകർന്നിരുന്നു. വക്കീലിന്റെ ചോദ്യങ്ങൾക്കും കോടതിയിലെ വരണ്ട അന്തരീക്ഷത്തിനുമിടയിൽ അവൾക്ക് തന്റെ ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി. സ്നേഹം കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു കൊട്ടാരം നിയമത്തിന്റെ വരണ്ട മഷി പുരണ്ട കടലാസുകളിൽ ഒപ്പിട്ടതോടെ എന്നേക്കുമായി ഇല്ലാതായി. വിവാഹമോചനത്തിന് ശേഷം കവിത തന്റെ തുണികൾ പഴയൊരു പെട്ടിയിൽ അടുക്കി വെച്ചു. ആ വീട്ടിൽ നിന്നും അവൾക്ക് കൊണ്ടുപോകാൻ ആകെ ഉണ്ടായിരുന്നത് കുറച്ച് ഓർമ്മകൾ മാത്രമായിരുന്നു. പുറത്തിറങ്ങാൻ നേരം അവൾ പൂജാമുറിയിലേക്ക് അവസാനമായി ഒന്ന് നോക്കി. താൻ തെളിയിച്ച വിളക്കുകൾ അവിടെ അണഞ്ഞു കിടന്നു. അമ്മായിയമ്മ അവളുടെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ കൂട്ടം പിടിച്ചു വാങ്ങി. അമ്മൻ അപ്പോഴും മുറിക്കുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവളോട് യാത്ര പറയാൻ പോലും അയാൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. പടിയിറങ്ങുമ്പോൾ കവിത തിരിഞ്ഞു നോക്കി. തന്റെ വസന്തങ്ങൾ ഒടുങ്ങിയ ആ വീട് ഇപ്പോൾ അവൾക്കൊരു വലിയ ശ്മശാനം പോലെ തോന്നി. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയ കവിതയെ കാത്തിരുന്നത് മറ്റൊരു പരീക്ഷണമായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്ക് അവൾ ഒരു ഭാരമാകുമോ എന്ന് അവൾ ഭയപ്പെട്ടു. അയൽവാസികളുടെ കുത്തുവാക്കുകൾ അവിടെയും അവളെ പിന്തുടർന്നു. തിരിച്ചു വന്നവൾ എന്ന ലേബൽ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു. എന്നാൽ ഈ തകർച്ചയ്ക്കിടയിലും അവളുടെ ഉള്ളിൽ ഒരു അത്ഭുതം നടക്കുന്നുണ്ടായിരുന്നു. കഠിനമായ ക്ഷീണവും തലകറക്കവും അനുഭവപ്പെട്ടപ്പോൾ അവൾ അടുത്തുള്ള ഒരു ചെറിയ ക്ലിനിക്കിൽ ചികിത്സ തേടി. അവിടെ വെച്ചാണ് ആ സത്യം അവൾ അറിഞ്ഞത്. അവൾ ഗർഭിണിയാണ്. ആ വാർത്ത കേട്ടപ്പോൾ കവിതയുടെ ഉള്ളിൽ ഒരേ സമയം പ്രകാശവും ഇരുട്ടും നിറഞ്ഞു. അമൻ വന്തി എന്ന് വിളിച്ച് ആക്ഷേപിച്ച ആ പെൺകുട്ടിയുടെ ഉള്ളിൽ ഒരു ജീവൻ തുടിക്കുന്നു. ആ നിമിഷം അവൾക്ക് അമനോട് പുച്ഛമാണ് തോന്നിയത്. ലാബിലെ ആ തെറ്റായ റിപ്പോർട്ട് വിശ്വസിച്ച് തന്റെ തെരുവിലേക്ക് എറിഞ്ഞ അമന്റെ അഹങ്കാരത്തിന് കാലം നൽകിയ മറുപടിയായിരുന്നു അത്. പക്ഷെ അവൾ ആ വിവരം അവനെ അറിയിക്കാൻ പോയില്ല. തന്നെ സ്നേഹിക്കാത്ത, തന്റെ കണ്ണുനീരിന് വില നൽകാത്ത ഒരു മനുഷ്യന് തന്റെ കുഞ്ഞിന്റെ മേൽ യാതൊരു അവകാശമില്ലെന്ന് അവൾ ഉറപ്പിച്ചു. ആർക്കും വേണ്ടാത്തവളെ പടിയിറങ്ങിയ ആ മാലാക തന്റെ ഉള്ളിലെ ജീവന് വേണ്ടി ഒരു പോരാളിയായി മാറാൻ അവിടെ തീരുമാനിച്ചു. കവിത തന്റെ മുറിയിലെ ജനലിലൂടെ പുറത്തെ കനത്ത മഴയിലേക്ക് നോക്കി നിന്നു. ആ മഴ അവളുടെ ഭൂതകാലത്തെ കഴുകി കളയുന്നത് പോലെ അവൾക്ക് തോന്നി. ഓരോ തുള്ളി മഴയും അവളോട് പറഞ്ഞത് അതിജീവനത്തിന്റെ കഥയായിരുന്നു. ഇനി അവൾക്ക് കരയാൻ സമയമില്ല. തന്റെ മകന് വേണ്ടി, തനിക്ക് വേണ്ടി അവൾക്ക് ജീവിച്ച് കാണിക്കണം. അമന്റെ ലോകത്ത് അവൾ ഒരു പരാജയമായിരിക്കാം, എന്നാൽ വരാനിരിക്കുന്ന പുതിയ ലോകത്ത് അവൾ ഒരു വിജയായിരിക്കും. ആ നിശ്ചയദാർഢ്യത്തോടെ അവൾ തന്റെ വയറിൽ കൈവച്ചു. അവിടെ ഒരു പുതിയ ചരിത്രം പിറവിയെടുക്കുകയായിരുന്നു. സായന്തനത്തിലെ കനലുകൾ അണഞ്ഞിട്ടില്ലെന്നും അവ ജ്വലിക്കാൻ തുടങ്ങുകയാണെന്നും ആ രാത്രി സാക്ഷ്യം പറഞ്ഞു. മനുഷ്യന്റെ കണക്കുകൂട്ടലുകളെ കാലം എത്ര ക്രൂരമായാണ് തിരുത്തി കുറിക്കുന്നത് എന്നതിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു കവിത. അമ്മന്റെ വീട്ടിൽ നിന്നും അപമാനിതയായി പുറത്താക്കപ്പെട്ട ആ ദിനങ്ങളിൽ തന്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയിടത്തു നിന്നാണ് വിധി മറ്റൊരു വഴി തുറന്നത്. നിരന്തരമായ ക്ഷീണവും തലകറക്കവും അവളെ അലട്ടിയപ്പോൾ ഒരു സാധാരണ പരിശോധനയ്ക്കായാണ് അവൾ ഡോക്ടറെ കണ്ടത്. എന്നാൽ പരിശോധന കഴിഞ്ഞ് ഡോക്ടർ നൽകിയ വിവരം കവിതയെ ഞെട്ടിച്ചു കളഞ്ഞു. താൻ 2 മാസം ഗർഭിണിയാണ്. ആ വാക്കുകൾ കേട്ട നിമിഷം കവിതയുടെ ലോകം ഒരു നിമിഷം നിശ്ചലമായി. സ്തബ്ധയായി ഇരുന്ന അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. അത് സന്തോഷമാണോ സങ്കടമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവൾ വികാരധീനിയായിരുന്നു. ഏറ്റവും വലിയ ലാബിലെ റിപ്പോർട്ട് സാക്ഷിയാക്കി തന്നെ വന്തി അന്ന് മുദ്രകുത്തി തെരുവിലേക്ക് എറിഞ്ഞ അമന്റെ മുഖമാണ് അവളുടെ ഓർമ്മയിൽ ആദ്യം തെളിഞ്ഞത്. ആ റിപ്പോർട്ട് എത്ര വലിയ ചതിയായിരുന്നു.
ശാസ്ത്രത്തിന്റെ ഒരു ചെറിയ പിഴവ് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തെറിഞ്ഞിരിക്കുന്നു. കവിതയുടെ ഉള്ളിൽ ആദ്യം തോന്നിയത് അമനെ വിളിച്ച് ഈ സത്യം വിളിച്ചു പറയാനുള്ള ആവേശമായിരുന്നു. എന്നാൽ അടുത്ത നിമിഷം അവളുടെ ചിന്തകൾ മാറി. എന്തിനു വേണ്ടി ഞാൻ അയാളെ അറിയിക്കണം? അവൾ സ്വയം ചോദിച്ചു. തന്നെ ഒരു വ്യക്തിയായിട്ടല്ല, വെറും ഒരു പ്രസവ യന്ത്രമായിട്ടാണ് അമനും കുടുംബവും കണ്ടിരുന്നത്. താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ അമൻ ഓടി വരുമായിരിക്കും, കാല് പിടിച്ച് മാപ്പ് ചോദിക്കുമായിരിക്കും. പക്ഷെ ആ സ്നേഹം കവിതയോടുള്ളതാകില്ല, മറിച്ച് അവളുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനോടുള്ള സ്വാർത്ഥത മാത്രമായിരിക്കും. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കരാർ മാത്രമായി തന്റെ ജീവിതം മാറാൻ അവൾ ആഗ്രഹിച്ചില്ല. ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയായി, ഒരു സ്വതന്ത്രയായ അമ്മയായി തന്റെ കുഞ്ഞിനെ വളർത്താൻ കവിത അവിടെ വെച്ച് ഉറച്ച തീരുമാനമെടുത്തു. മാതാപിതാക്കളുടെ ചെറിയ വീട്ടിൽ അവൾ തന്റെ പുതിയ ലോകം പടുത്തുയർത്താൻ തുടങ്ങി. നാട്ടുകാരുടെ പരിഹാസ ചിരികളും ചോദ്യങ്ങളും അവൾക്ക് നേരെ ഉയർന്നു. വിവാഹമോചിതയായവൾ ഗർഭിണിയായോ എന്ന അടക്കം പറച്ചിലുകൾ അവളുടെ കാതുകളിൽ പതിച്ചു. പക്ഷെ അപ്പോഴേക്കും കവിത ഒരു പോരാളിയായി മാറിക്കഴിഞ്ഞിരുന്നു. മറ്റുള്ളവരുടെ വാക്കുകളേക്കാൾ അവളുടെ ഉള്ളിൽ വളരുന്ന ജീവനായിരുന്നു അവൾക്ക് വലുത്. തന്റെ മാതാപിതാക്കൾക്ക് ഭാരമാകാൻ അവൾ ആഗ്രഹിച്ചില്ല. തന്റെ പഴയ തുന്നൽ മെഷീൻ അവൾ പൊടിതട്ടിയെടുത്തു. പാതിരാത്രി വരെ തുന്നൽ ജോലി ചെയ്യും. വൈകുന്നേരങ്ങളിൽ അയൽപക്കത്തെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുമാണ് അവൾ ഓരോ രൂപയും സമ്പാദിച്ചത്. ഗർഭകാലത്തെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും അവൾ വിശ്രമമില്ലാതെ ജോലി ചെയ്തു. നല്ല ഭക്ഷണം കഴിക്കാനോ വിശ്രമിക്കാനോ പലപ്പോഴും അവൾക്ക് കഴിഞ്ഞില്ല. എങ്കിലും തന്റെ വയറ്റിലെ കുഞ്ഞ് അനങ്ങുന്നത് അറിയുമ്പോൾ അവളുടെ എല്ലാ വേദനകളും മാഞ്ഞു പോകുമായിരുന്നു. അമ്മന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് ഈ കഠിനാധ്വാനം എന്ന് അവൾ തിരിച്ചറിഞ്ഞു. മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും അവൾക്ക് വലിയ ആശ്വാസമായി. മാസങ്ങൾ കടന്നുപോയി. കവിതയുടെ വയർ വലുതാകുന്നത് കണ്ടപ്പോൾ നാട്ടുകാരുടെ സംസാരത്തിന്റെ ശൈലി മാറി. പക്ഷെ അവൾ ആരെയും ശ്രദ്ധിച്ചില്ല. തന്റെ കുഞ്ഞിനു വേണ്ടിയുള്ള ഒരു സ്വർഗം അവൾ തന്റെ മനസ്സിൽ ഒരുക്കി കഴിഞ്ഞിരുന്നു. ഒടുവിൽ ആ ദിനം വന്നണഞ്ഞു. പാതിരാത്രിയിൽ കഠിനമായ പ്രസവവേദന കൊണ്ട് അവൾ പൊളിഞ്ഞു. ആ വേദനയ്ക്കിടയിലും അവൾ അമന്റെ മുഖം ഓർത്തില്ല. പകരം അതിജീവിക്കണമെന്ന വാശി മാത്രമാണ് അവളുടെ ഉള്ളിലുണ്ടായിരുന്നത്. മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ആശുപത്രിയുടെ ആ ചെറിയ മുറിയിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ മുഴങ്ങി. ഒരു ആൺകുഞ്ഞ്. നേഴ്സ് ആ കുഞ്ഞിനെ കവിതയുടെ നെഞ്ചോട് ചേർത്ത് വെച്ചപ്പോൾ അവൾ അനുഭവിച്ച ആനന്ദം വിവരണാതീതമായിരുന്നു. തന്റെ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങൾക്കും ദൈവം നൽകിയ മറുപടിയായിരുന്നു ആ കുഞ്ഞ്. കവിതയുടെ വിളറിയ മുഖത്ത് ഒരു വിജയുടെ പുഞ്ചിരി വിരിഞ്ഞു. അവൾ അവനെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു. അവൾ അവന് ആറവ് എന്ന് പേരിട്ടു. ശാന്തമായവൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. പക്ഷെ ആറവ് കവിതയ്ക്ക് ശാന്തി മാത്രമല്ല, പുതിയൊരു കരുത്ത് കൂടിയായിരുന്നു. കുഞ്ഞിനെ വളർത്തുന്നതിനിടയിൽ അവൾ തന്റെ ജോലികൾ തുടർന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ അവൾക്ക് ശീലമായി. ഒരു കൈയിൽ കുഞ്ഞിനെ താരാട്ടുമ്പോഴും മറുകൈ കൊണ്ട് അവൾ തുന്നൽ ജോലി തുടർന്നുകൊണ്ടിരുന്നു. അമ്മന്റെ വീട്ടിലെ ആഡംബരങ്ങളെക്കാൾ എത്രയോ മുകളിലായിരുന്നു ആ ചെറിയ മുറിയിലെ അവരുടെ സന്തോഷം. ആറവ് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ കവിതയുടെ ജീവിതത്തിന് പുതിയ വേഗത കൈവന്നു. അവന്റെ ഓരോ ചിരിയും ഓരോ വാക്കും കവിതയുടെ മുറിവുകൾക്ക് മരുന്നായി മാറി. ആറവിനെ വളർത്തുന്നതിൽ അവൾ അതീവ ശ്രദ്ധാലുവായിരുന്നു. അവന് അച്ഛനില്ലാത്ത കുറവ് അറിയിക്കാതിരിക്കാൻ അവൾ അച്ഛനും അമ്മയുമായി മാറി. മകന് നല്ല വിദ്യാഭ്യാസം നൽകണമെന്നും അവനെ ഒരു നല്ല മനുഷ്യനായി വളർത്തണമെന്നും അവൾ ആഗ്രഹിച്ചു. ആ ലക്ഷ്യത്തിനു വേണ്ടി അവൾ തന്റെ വിശപ്പും ദാഹവും മറന്നു. ആറവ് വളരുന്നതനുസരിച്ച് കവിതയുടെ ആത്മവിശ്വാസവും വർദ്ധിച്ചു. താൻ എടുത്ത തീരുമാനം ശരിയായിരുന്നുവെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. അമ്മന്റെ തണലിൽ ഒതുങ്ങിക്കൂടിയിരുന്നെങ്കിൽ താൻ ഒരിക്കലും ഇത്രയും കരുത്തയായ ഒരു സ്ത്രീയാകില്ലായിരുന്നു. കാലം അതിവേഗം മുന്നോട്ട് നീങ്ങി. ആറവിനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോൾ കവിതയ്ക്ക് ഇപ്പോൾ ആരോടും പരാതികളില്ല. തന്നെ വഞ്ചിച്ചവരോടോ ഉപേക്ഷിച്ചവരോടോ അവൾക്ക് പകയില്ല. കാരണം ആ പകയേക്കാൾ വലിയൊരു നിധിയാണ് തന്റെ കൈകളിൽ ഇരിക്കുന്നത് എന്ന് അവൾക്കറിയാമായിരുന്നു. പാട്നയിലെ ആ ഇടുങ്ങിയ തെരുവിലൂടെ മകന്റെ കൈ പിടിച്ചു നടക്കുമ്പോൾ അവൾ ഒരു വെറും പെണ്ണായിരുന്നില്ല. എല്ലാ പ്രതിസന്ധികളെയും തനിച്ച് നേരിട്ട് വിജയിച്ച ഒരു ഏകയായ പോരാളിയായിരുന്നു. അമന്റെ ലോകത്ത് അവൾ ഒരു അവസാനമായിരുന്നെങ്കിൽ ആറവിന്റെ ലോകത്ത് അവൾ ഒരു വലിയ തുടക്കമായിരുന്നു. സായന്തനത്തിലെ കനലിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ആ പോരാളി തന്റെ മകന് വേണ്ടി പുതിയൊരു ചരിത്രം രചിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പുതിയ പുലരികൾ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കവിത പടിയിറങ്ങിയതോടെ അമന്റെ ജീവിതത്തിൽ ഭൗതികമായ നേട്ടങ്ങളുടെ ഒരു വസന്തകാലമാണ് വിരുന്നെത്തിയത്. പഴയ ആ ചെറിയ വീട്ടിൽ നിന്നും അവർ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്തുള്ള ആധുനിക സൗകര്യങ്ങളുള്ള ഫ്ളാറ്റിലേക്ക് മാറി. അമന്റെ കഠിനാധ്വാനവും ഭാഗ്യവും ഒത്തുചേർന്നപ്പോൾ ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ അവനെ തേടിയെത്തി. ബാങ്ക് ബാലൻസും സമൂഹത്തിലെ പദവിയും വർദ്ധിച്ചു. പുറമെ നോക്കുന്നവർക്ക് അമൻ എല്ലാ അർത്ഥത്തിലും വിജയിച്ച ഒരു മനുഷ്യനായിരുന്നു. കവിതയുടെ ഓർമ്മകളെ തന്റെ മനസ്സിന്റെ ഏതോ ഇരുണ്ട കോണിൽ അവൻ ആഴത്തിൽ കുഴിച്ചുമൂടി. അവളുടെ പേര് പോലും ആ വീട്ടിൽ നിരോധിക്കപ്പെട്ടു. താൻ എടുത്ത തീരുമാനം ശരിയായിരുന്നുവെന്ന് ഓരോ നിമിഷവും സ്വയം ബോധ്യപ്പെടുത്താനാണ് അവൻ ശ്രമിച്ചത്. അമന്റെ മാതാപിതാക്കൾക്ക് ഇപ്പോൾ വലിയ സന്തോഷമായി. പഴയ വീടിന്റെ ദാരിദ്ര്യവും കവിത നൽകിയ ഭാഗ്യക്കേട് മാറിയെന്ന് അവർ വിശ്വസിച്ചു. മകന്റെ വംശം നിലനിർത്താൻ സുന്ദരിയും പണക്കാരിയുമായ ഒരു പെൺകുട്ടിയെ അവർ അന്വേഷിച്ചു തുടങ്ങി.
ഒടുവിൽ നേഹ എന്ന പെൺകുട്ടിയിൽ ആ അന്വേഷണം അവസാനിച്ചു. നേഹ ആധുനിക ചിന്താഗതിയുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയവളായിരുന്നു. അവളുമായുള്ള വിവാഹം ഉറപ്പിച്ചതോടെ ആ വീട്ടിൽ വീണ്ടും ആഘോഷങ്ങൾ തിരികെ വന്നു. സ്വർണ്ണാഭരണങ്ങളുടെയും പട്ടുതുണികളുടെയും തിളക്കത്തിൽ ആ വീട് ഒരു മംഗല്യ പന്തലായി മാറി. ഓരോ ചടങ്ങിലും അമൻ തന്റെ പുതിയ സമ്പന്നതയും അധികാരവും പ്രദർശിപ്പിച്ചു. എന്നാൽ ഈ ആഡംബരങ്ങൾക്കിടയിലും അമന്റെ ഉള്ളിൽ അജ്ഞാതമായ ഒരു ശൂന്യത പടരുന്നുണ്ടായിരുന്നു. അലങ്കരിച്ച മുറികളും വില കൂടിയ കാറുകളും ആ ശൂന്യതയെ മറയ്ക്കാൻ പര്യാപ്തമായിരുന്നില്ല. രാത്രികളിൽ തനിച്ചിരിക്കുമ്പോൾ കവിതയുടെ നിശബ്ദമായ സാന്നിധ്യം അവൻ അറിയാതെ തന്നെ ഓർത്തുപോയി. ആ ശൂന്യത മറികടക്കാൻ അവൻ കണ്ടെത്തിയ വഴി അഹങ്കാരത്തിൻ്റെതായിരുന്നു. താൻ നേടിയെടുത്ത ഈ വലിയ ജീവിതം കവിതയെ കാണിച്ചു കൊടുക്കണമെന്ന ഒരു ദുർവാശി അവന്റെ ഉള്ളിൽ മുളപൊട്ടി. തന്നെ ഉപേക്ഷിച്ചതിൽ അവൾ ഇന്ന് ദുഃഖിക്കുന്നുണ്ടാകുമെന്ന് അവൻ വെറുതെ സങ്കല്പിച്ചു. ആ സങ്കല്പം അവന് ഒരു പ്രത്യേകതരം ആനന്ദം നൽകി. നീ ഇല്ലാതെയും ഞാൻ എത്ര വലിയവനായിരിക്കുന്നു എന്ന് അവൾ കാണണം. എന്റെ ഈ പുതിയ ലോകം കാണുമ്പോൾ അവൾ അസൂയ കൊണ്ട് നീറണം, അമൻ തന്റെ സുഹൃത്തിനോട് പറഞ്ഞു. ഈ പ്രതികാര ബുദ്ധിയാണ് തന്റെ വിവാഹ ക്ഷണക്കത്ത് കവിതയ്ക്ക് അയക്കാൻ അവനെ പ്രേരിപ്പിച്ചത്. വീട്ടുകാർ എതിർത്തിട്ടും അമൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. കവിതയെ ക്ഷണിക്കുന്നത് അവളെ അപമാനിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണെന്ന് അവൻ വിശ്വസിച്ചു. അവൾ ഇന്നും പഴയ ആ ചെറിയ മുറിയിൽ തുന്നൽ ജോലി ചെയ്ത് ദാരിദ്ര്യത്തിൽ കഴിയുകയാണെന്നാണ് അവൻ കരുതിയിരുന്നത്. ആ ദാരിദ്ര്യത്തിൽ നിന്നും തന്റെ ഈ അധികാരത്തിന്റെ അരങ്ങിലേക്ക് അവൾ വരുമ്പോൾ അവൾക്കുണ്ടാകുന്ന തകർച്ച കാണാൻ അവൻ കാത്തിരുന്നു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ അതിഗംഭീരമായിരുന്നു. പാട്നയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററാണ് വിവാഹത്തിനായി ബുക്ക് ചെയ്തത്. നേഹയുടെ വീട്ടുകാരും അമന്റെ പദവിക്കൊത്ത ആഡംബരങ്ങൾ ഒരുക്കിയിരുന്നു. അമൻ തന്റെ ഓരോ നീക്കത്തിലും ഒരു രാജാവിനെ പോലെ പെരുമാറി. പുതിയ വസ്ത്രങ്ങൾ തുന്നിക്കാനും ആഭരണങ്ങൾ വാങ്ങാനും അവൻ പണം വാരിക്കോരി ചെലവഴിച്ചു. എന്നാൽ ഈ തിരക്കുകൾക്കിടയിലും അവന്റെ കണ്ണ് വാതിലിലായിരുന്നു. കവിതയുടെ മറുപടിക്ക് വേണ്ടിയോ അവൾ വരുമോ എന്നറിയാനോ ഉള്ള ഒരു തരം വന്യമായ ആകാംക്ഷ അവനെ വേട്ടയാടി. ആർക്കും കീഴടങ്ങാത്ത തന്റെ അഹങ്കാരത്തിന് കവിതയുടെ സാന്നിധ്യം ഒരു വിജയാഘോഷമായിരിക്കുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. അവന്റെ അഹങ്കാരം അവനെ അന്ധനാക്കിയിരുന്നു. കവിത എന്ന വ്യക്തിയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ തന്റെ ഉള്ളിലെ മനുഷ്യത്വത്തെയാണ് കൊലപ്പെടുത്തുന്നത് എന്ന് അവൻ അറിഞ്ഞില്ല. നേഹിയുമായുള്ള ബന്ധത്തെക്കാൾ കവിതയോടുള്ള പകയാണ് അവൻ പ്രാധാന്യം നൽകിയത്. വിവാഹ ക്ഷണക്കത്ത് കവിതയുടെ വിലാസത്തിലേക്ക് അയച്ച അന്ന് രാത്രി അവൻ ഏറെ നേരം ഉറങ്ങാതിരുന്നു. അവൾ ആ കത്ത് തുറന്നു വായിക്കുന്നത് അവൻ സങ്കല്പിച്ചു. അവൾ കരയുന്നത്, തന്റെ ഭാഗ്യക്കേട്ടിനെ ഓർത്ത് വിലപിക്കുന്നത് എല്ലാം അവന്റെ ഭാവനയിൽ വിരിഞ്ഞു. ആ ചിന്തകൾ അവന് നൽകിയത് ഒരു തരം പൈശാചികമായ സംതൃപ്തിയായിരുന്നു. മറുഭാഗത്ത് ആഘോഷങ്ങൾ മുറുക്കുകയായിരുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും അവനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. അമൻ, നീ ഭാഗ്യവാനാണ്. നേഹയെപ്പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയത് നിന്റെ മുൻജന്മ സുഹൃതമാണ് എന്ന് അവർ പറയുമ്പോൾ അവൻ ഗമയോടെ ചിരിച്ചു. എന്നാൽ ആ ചിരിക്ക് പിന്നിൽ കവിതയോടുള്ള പഴയ ദേഷ്യം ഒരു കനലായി ഇന്നും അവശേഷിച്ചിരുന്നു. അവൾ തന്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ തന്റെ ഈ അധികാരവും ഐശ്വര്യം കണ്ട് അവൾ തലകുനിച്ച് നിൽക്കുന്നത് കാണാനായിരുന്നു അവന്റെ കാത്തിരിപ്പ്. വിവാഹത്തിന്റെ തലേ ദിവസം അവൻ തന്റെ പുതിയ വീട്ടിലെ വലിയ കണ്ണാടിക്ക് മുന്നിൽ നിന്നു. താൻ ധരിച്ചിരിക്കുന്ന വില കൂടിയ ഷെർവാണിയും തലപ്പാവുമാണ് തന്റെ യഥാർത്ഥ സ്വത്വമെന്ന് അവൻ വിശ്വസിച്ചു. കവിത പണ്ട് സ്നേഹിച്ചിരുന്ന ആ പഴയ അമൻ എവിടെയോ മരിച്ചു പോയിരുന്നു. പകരം അവിടെ ഉണ്ടായിരുന്നത് അധികാരത്തിന്റെ ലഹരി മൂത്ത പ്രതികാരദാഹിയായ ഒരു മനുഷ്യനായിരുന്നു. തന്റെ ഈ പുതിയ ജീവിതത്തിലേക്ക് കവിത കടന്നു വരുമ്പോൾ അത് തന്റെ പൂർണ്ണമായ വിജയമായിരിക്കുമെന്ന് അവൻ സ്വയം പറഞ്ഞുറപ്പിച്ചു. വേദി അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മറ്റൊരു നാടകമാണെന്നും ആ മണ്ഡപത്തിൽ വെച്ച് തന്റെ അഹങ്കാരം തകർന്നടിയുമെന്നും അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അധികാരത്തിന്റെ ഈ അരങ്ങ് ഉടനെ തന്നെ സത്യത്തിന്റെ കോടതിയായി മാറാൻ പോകുകയാണെന്നറിയാതെ അമ്മൻ തന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലഹരിയിൽ മുഴുകി. വിവാഹ ദിവസം പാട്നയിലെ ആ വലിയ ഓഡിറ്റോറിയം ഒരു ദേവലോകം പോലെ അലങ്കരിക്കപ്പെട്ടിരുന്നു. പ്രവേശന കവാടം മുതൽ മണ്ഡപം വരെ വിദേശ പുഷ്പങ്ങളുടെ ഗന്ധം വായുവിൽ തങ്ങി നിന്നു. വൈദ്യുത ദീപങ്ങളുടെ സ്വർണപ്രഭയാൽ ഓരോ തൂണുകളും തിളങ്ങി. അമന്റെ പുതിയ പദവിക്ക് അനുയോജ്യമായ രീതിയിൽ അതിഥികളുടെ വലിയൊരു നിര തന്നെ അവിടെ തടിച്ചുകൂടിയിരുന്നു. ഉച്ചഭാഷണിയിലൂടെ ഒഴുകി വന്ന മംഗളവാദ്യങ്ങളും ചെണ്ടമേളങ്ങളുടെ ഹൃദയമിടിപ്പ് ഏറ്റുന്ന ശബ്ദവും ആ പരിസരമാകെ ഉത്സവലഹരിയാക്കി. പട്ടുനൂലുകൾ കൊണ്ട് തുന്നിയെടുത്ത വില കൂടിയ ഷെർവാണി ധരിച്ച് തലയിൽ രാജകീയമായ തലപ്പാവുമായി അമൻ മണ്ഡപത്തിലെ ഉയർന്ന പീഠത്തിലിരുന്നു. അവന്റെ മുഖത്ത് ഒരു വിജയുടെ ഭാവമായിരുന്നു. തന്റെ ജീവിതം പൂർണ്ണയിലെത്തുകയാണെന്നും താൻ ആഗ്രഹിച്ചതെല്ലാം നേടിയെന്നും അവൻ ആ നിമിഷം വിശ്വസിച്ചു. അതിഥികൾക്കിടയിലൂടെ കണ്ണോടിക്കുമ്പോൾ അവൻ തിരിഞ്ഞത് ഒരേയൊരു മുഖമായിരുന്നു. താൻ അയച്ച ക്ഷണക്കത്ത് സ്വീകരിച്ച് കവിത വരുമോ? അവൾ വന്നാൽ തന്റെ ഈ ഐശ്വര്യം കണ്ട് അവൾ എങ്ങനെയൊക്കെ തകരും. ഈ ചിന്തകൾ അവന്റെ ഉള്ളിൽ ഒരുതരം വന്യമായ സംതൃപ്തി നൽകി. മണ്ഡപത്തിൽ പൂജാരി മന്ത്രങ്ങൾ ചൊല്ലി തുടങ്ങി.
അഗ്നികുണ്ഡത്തിൽ നിന്നും ഉയർന്ന പുകപടലങ്ങൾക്കിടയിലൂടെ അമൻ സദസ്സിലേക്ക് നോക്കി. പെട്ടെന്നാണ് ഹാളിലെ സംസാരങ്ങൾ പതുക്കെ നിലയ്ക്കാൻ തുടങ്ങിയത്. വാദ്യമേളങ്ങളുടെ ശബ്ദം അപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നെങ്കിലും ആൾക്കൂട്ടത്തിനിടയിൽ ഒരു വിചിത്രമായ നിശബ്ദത പടർന്നു പിടിക്കുന്നത് അമൻ തിരിച്ചറിഞ്ഞു. ഹാളിന്റെ പ്രധാന കവാടത്തിലൂടെ ഒരാൾ നടന്നു വരികയായിരുന്നു. യാതൊരു ആഭരണങ്ങളോ ആഡംബരങ്ങളോ ഇല്ലാത്ത വെളുത്ത ബോർഡറുള്ള ഒരു ലളിതമായ കോട്ടൺ സാരി ധരിച്ച ഒരു സ്ത്രീ. അത് കവിതയായിരുന്നു. അവൾ അവിടെ ഉണ്ടായിരുന്ന പ്രഭുത്വത്തിനും ആഡംബരങ്ങൾക്കും നടുവിൽ ലാളിത്യത്തിന്റെ പച്ചത്തുരുത്തായി തോന്നി. എന്നാൽ എല്ലാവരെയും അതിശയിപ്പിച്ചത് കവിതയുടെ കൈ പിടിച്ച് നടന്നിരുന്ന ആ 3 വയസ്സുകാരനായിരുന്നു. വെളുത്ത കുർത്ത ധരിച്ച് വിടർന്ന കണ്ണുകളുള്ള ആ കുട്ടി അത്ഭുതത്തോടെ ചുറ്റുമുള്ള കാഴ്ചകൾ നോക്കി നടന്നു. കവിതയുടെ നടത്തത്തിൽ പഴയ ആ പേടിയോ വിറയലോ ഉണ്ടായിരുന്നില്ല. പകരം ഒരു സിംഹിണിയുടെ ഗാംഭീര്യത്തോടെ അവൾ ആ വലിയ സദസ്സിനെ ഭേദിച്ച് മുന്നോട്ട് നീങ്ങി. മണ്ഡപത്തിൽ ഇരുന്ന അമൻ ഒരു നിമിഷം ശ്വാസം വിടാൻ പോലും മറന്നുപോയി. അവന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ഇതാര്? കവിതയോ? അവളുടെ കൂടെയുള്ള ഈ കുട്ടി ആരാണ്? അവന്റെ തലയിൽ ചോദ്യങ്ങൾ ഇടിമിന്നലായി പെയ്തു. മണ്ഡപത്തിലിരുന്ന അമന്റെ മാതാപിതാക്കൾ പരസ്പരം നോക്കി. അവരുടെ മുഖത്ത് ഭയവും അവിശ്വാസവും നിഴലിച്ചു. അതിഥികൾക്കിടയിൽ അടക്കം പറച്ചിലുകൾ കാട്ടുതീ പോലെ പടർന്നു. ഇതല്ലേ അമ്മന്റെ ആദ്യത്തെ ഭാര്യ? ഇതാരുടെ കുട്ടിയാണ്? ആ ചോദ്യങ്ങൾ അമന്റെ കാതുകളിൽ മുനിയുള്ള ആയുധങ്ങളായി തറച്ചു. കവിത നേരെ മണ്ഡപത്തിന് അഭിമുഖമായി വന്നു നിന്നു. അവിടെ ഇരുന്നിരുന്ന അമനെ അവൾ നേരിട്ട് നോക്കി. ആ നോട്ടത്തിൽ അമൻ പ്രതീക്ഷിച്ചതുപോലെ അസൂയയോ സങ്കടമോ ഉണ്ടായിരുന്നില്ല. മറിച്ച് വല്ലാത്തൊരു ശാന്തതയായിരുന്നു ആ കണ്ണുകളിൽ. ആ ശാന്തത അമനെ വല്ലാതെ ഭയപ്പെടുത്തി. വർഷങ്ങളോളം താൻ അനുഭവിച്ച അപമാനങ്ങൾക്കും വേദനകൾക്കും മുകളിൽ പടുത്തുയർത്തിയ ഒരു വിജയത്തിന്റെ തിളക്കം കവിതയുടെ മുഖത്തുണ്ടായിരുന്നു. അമന്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. താൻ വിചാരിച്ചതുപോലെ അവളെ തകർക്കാൻ തനിക്ക് കഴിയില്ലെന്ന് ആ നിമിഷം അവൻ മനസ്സിലാക്കി. ആറവ് അവളുടെ കയ്യിൽ തൂങ്ങി നിന്ന് നിഷ്കളങ്കമായി ചിരിച്ചു. ആ കുഞ്ഞിന്റെ ചിരിക്ക് ആ മണ്ഡപത്തിലെ സ്വർണത്തെക്കാൾ തിളക്കമുണ്ടായിരുന്നു. കവിതയുടെ ഈ വരവ് അവന്റെ അഹങ്കാരത്തിന് ഏറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു. താൻ ആഡംബരം കൊണ്ട് നിർമ്മിച്ച ആ വലിയ സാമ്രാജ്യം കവിതയുടെയും ആ കുഞ്ഞിന്റെയും മുന്നിൽ എത്ര നിസ്സാരമാണെന്ന് അവന് തോന്നി തുടങ്ങി. ചുറ്റുമുള്ള വാദ്യമേളങ്ങൾ അവന് ഇപ്പോൾ അസഹനമായി തോന്നി. അവൻ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും താഴെ നിൽക്കുന്ന കവിതയാണ് യഥാർത്ഥത്തിൽ അധികാരമുള്ളവൾ എന്ന് ആ സദസ്സിന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. അവൻ പതുക്കെ എഴുന്നേറ്റു. അവന്റെ നാവുകൾ വരണ്ടുപോയി. ഒരു വാക്ക് പോലും പുറത്തേക്ക് വന്നില്ല. കവിത തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ബാഗിൽ നിന്നും ഒരു കടലാസ് കഷ്ണം പുറത്തെടുത്തു. ആ കടലാസ് കഷ്ണം കാണുമ്പോൾ അവന്റെ ഉള്ളിൽ ആ പഴയ ലബോറട്ടറി റിപ്പോർട്ടിന്റെ ഓർമ്മകൾ തിരതല്ലി. പക്ഷെ ഇത്തവണ കവിതയുടെ കയ്യിലുള്ളത് ചതിയുടെ റിപ്പോർട്ടല്ല, മറിച്ച് തന്റെ സത്യസന്ധതയുടെ തെളിവായിരുന്നു. അവൾ യാതൊരു പരിഭ്രമവുമില്ലാതെ അവന്റെ അടുത്തേക്ക് പടികൾ കയറി. ഓരോ ചുവടിലും ആ മണ്ഡപം കൂടുതൽ കൂടുതൽ നിശബ്ദമായി കൊണ്ടിരുന്നു. അമന്റെ കണ്ണുകൾ ആറവന്റെ മുഖത്തേക്ക് നീണ്ടു. ആ കുട്ടിയുടെ കണ്ണുകൾക്ക് അമന്റെ കണ്ണുകളുമായി വല്ലാത്തൊരു സാമ്യം. അമന്റെ ഉള്ളിൽ അപ്പോൾ ഒരു വിനാശകരമായി സംശയം മുളപൊട്ടി. കവിതയുടെ ചുണ്ടിൽ അപ്പോഴും ആ നിഗൂഢമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് പടിയിറക്കി വിട്ടപ്പോൾ അവൾക്കുണ്ടായിരുന്ന ആ നിസ്സഹായത ഇപ്പോൾ അമന്റെ മുഖത്താണ് കാണുന്നത്. അധികാരത്തിന്റെയും പണത്തിന്റെയും മുകളിൽ അമൻ പടുത്തുയർത്തിയ എല്ലാ മതിലുകളും കവിതയുടെ ഈ നിശബ്ദമായ വരവിൽ തകർന്നു വീഴുകയായിരുന്നു. ആ വലിയ ഹാളിൽ അപ്പോൾ മുഴങ്ങിക്കേട്ടത് കവിതയുടെ പാദസരത്തിന്റെ ശബ്ദം മാത്രമായിരുന്നു. അതൊരു യുദ്ധം ജയിച്ചു വരുന്ന സൈനാധിപന്റെ വരവ് പോലെ ആ മണ്ഡപത്തിലെ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ പ്രകമ്പനം കൊള്ളിച്ചു. ആ സായന്തനത്തിൽ മണ്ഡപത്തിലുണ്ടായ ആ നിശബ്ദത വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയായിരുന്നു. അമന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം വെളിപ്പെടാൻ പോകുന്ന ആ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ആ മണ്ഡപം ഒന്നടങ്കം ശ്വാസം അടക്കി നിന്നു. മണ്ഡപത്തിലെ ആഡംബര വിളക്കുകളുടെ പ്രഭ അസ്തമിച്ചതുപോലെ ഒരു നിമിഷം ആ പ്രദേശം ഇരുളടഞ്ഞതായി അമന് തോന്നി. ആറവ് തന്റെ കുഞ്ഞു കൈകൾ കൊണ്ട് കവിതയുടെ സാരിയിൽ മുറുക്കി പിടിച്ചു. അവൻ ആ വലിയ മണ്ഡപവും അലങ്കാരങ്ങളും ചുറ്റും നിൽക്കുന്ന അപരിചിതരെയും അത്ഭുതത്തോടെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് ലോകത്തെ ആദ്യമായി കാണുന്ന ഒരു കുഞ്ഞിന്റെ ആകാംക്ഷയായിരുന്നു. കവിത പതുക്കെ ആറവിനെ അമന്റെ നേരെ തിരിച്ചു നിർത്തി. എന്നിട്ട് ശാന്തമായ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, മോനെ നോക്കൂ, ഇതാണ് നിന്റെ അച്ഛൻ. ആ വാക്കുകൾ ആ വലിയ ഹാളിൽ പ്രതിധ്വനിച്ചു. അമന്റെ കാതുകളിൽ അത് 1000 ഇടിമിന്നലുകൾ ഒരേ സമയം പതിച്ചതുപോലെ അനുഭവപ്പെട്ടു. അവൻ ഇരുന്നിരുന്ന സിംഹാസനം ഇളകുന്നത് പോലെ അവന് തോന്നി. അവന്റെ ശരീരം തണുത്ത് മരവിച്ചു. കവിതയുടെ വാക്കുകൾ വിശ്വസിക്കാനാകാതെ അവൻ ആ കുട്ടിയുടെ മുഖത്തേക്ക് വീണ്ടും വീണ്ടും നോക്കി. ആറവിന്റെ വിടർന്ന കണ്ണുകളും മൂക്കിന്റെ ആകൃതിയും ചിരിക്കുമ്പോൾ കവളിൽ വീഴുന്ന ചുളിവുകളും അമന്റെ തന്നെ പ്രതിരൂപമായിരുന്നു. തന്റെ തന്നെ രക്തത്തെയാണ് താൻ വർഷങ്ങൾക്ക് മുൻപ് വന്ധ്യ എന്ന് ആക്ഷേപിച്ച് പടിയിറക്കി വിട്ടതെന്ന തിരിച്ചറിവ് അമന്റെ ആത്മാവിനെ ദഹിപ്പിക്കാൻ തുടങ്ങി. കവിത തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഫയൽ മണ്ഡപത്തിലെ പീഠത്തിൽ വെച്ചു. അമൻ, നിങ്ങൾ അന്ന് വിശ്വസിച്ച ആ ലാബ് റിപ്പോർട്ട് ഒരു വലിയ ചതിയായിരുന്നു. ഇതാ നോക്ക്, DNA പരിശോധനയുടെയും പുതിയ മെഡിക്കൽ റിപ്പോർട്ടുകളുടെയും ഫയലുകൾ. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പടിയിറക്കിയ അന്ന് ഞാൻ ഗർഭിണിയായിരുന്നു. കവിതയുടെ ഓരോ വാക്കും അമന്റെ അഹങ്കാരത്തിന് മേൽ ഏൽക്കുന്ന പ്രഹരങ്ങളായിരുന്നു.
സത്യത്തിന്റെ വെളിച്ചം അവിടെ കത്തിപ്പടർന്നപ്പോൾ അമൻ കെട്ടിപ്പൊക്കിയ നുണകളുടെയും അഹങ്കാരത്തിന്റെയും കോട്ടകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ആ വിവാഹ മണ്ഡപത്തിലെ ആഘോഷങ്ങൾ നിമിഷ നേരം കൊണ്ട് നിശ്ചലമായി. വാദ്യമേളക്കാർ തങ്ങളുടെ ഉപകരണങ്ങൾ താഴ്ത്തിവെച്ചു. അതിഥികൾ ശ്വാസം മടക്കി പിടിച്ച് ആ നാടകീയ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അവന്റെ കണ്ണുകളിൽ നിന്നും അണപൊട്ടിയൊഴുകുന്ന കണ്ണുനീർ അവന്റെ കവിളിലൂടെ ഷെർവാണിയിലേക്ക് പടർന്നു. അവന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. തന്റെ അഹങ്കാരം തന്നെ എത്രത്തോളം വലിയൊരു അന്ധനാക്കിയെന്ന് അവന് ബോധ്യപ്പെട്ടു. സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ സ്വന്തം കുഞ്ഞിനെ തള്ളിപ്പറഞ്ഞ ഒരു പിതാവായി താൻ മാറിയല്ലോ എന്നോർത്ത് അവൻ വിറച്ചു. അവന്റെ ഹൃദയം പശ്ചാത്താപം കൊണ്ട് നീറി. അവന്റെ അരികിൽ വധുവായി ഇരുന്നിരുന്ന നേഹ ഒരു ശില പോലെ മരവിച്ച് നിൽക്കുകയായിരുന്നു. അവൾ അവന്റെ മുഖത്തെ ഭാവമാറ്റങ്ങളും കവിതയുടെ വാക്കുകളും ശ്രദ്ധിച്ചു. ഉന്നത വിദ്യാഭ്യാസവും സ്വന്തമായി നിലപാടുകളുമുള്ള നേഹയ്ക്ക് ആ നിമിഷം തന്നെ കാര്യം വ്യക്തമായി. താൻ വിവാഹം കഴിക്കാൻ പോകുന്നത് പക്വതയില്ലാത്ത ഒരു സ്ത്രീയുടെ വേദന തിരിച്ചറിയാത്ത, സ്വന്തം രക്തത്തെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മനുഷ്യനെയാണെന്ന സത്യം അവളെ വേദനിപ്പിച്ചു. അവൾ പതുക്കെ എഴുന്നേറ്റു. അവളുടെ മുഖത്ത് ദേഷ്യമായിരുന്നില്ല, മറിച്ച് കടുത്ത അവജ്ഞയായിരുന്നു. അമൻ! നേഹയുടെ ശബ്ദം ആ ശാന്തതയെ ഭേദിച്ചു. മറ്റൊരു സ്ത്രീയുടെയും ഒരു പിഞ്ചു കുഞ്ഞിന്റെയും കണ്ണുനീരിന് മുകളിൽ എനിക്ക് എന്റെ ജീവിതം പടുത്തുയർത്തേണ്ട. സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയാൻ ഹൃദയമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഒരു നല്ല ഭർത്താവാകാൻ കഴിയും? ഈ വിവാഹം ഇവിടെ വെച്ച് അവസാനിക്കുന്നു. നേഹ തന്റെ തലയിലെ മുല്ലപ്പൂമാലയും കയ്യിലെ ചടങ്ങുകളുടെ അടയാളങ്ങളും അഴിച്ചു മാറ്റി. അവൾ കവിതയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ കവിതയോടുള്ള വല്ലാത്തൊരു ബഹുമാനം അപ്പോൾ കാണാമായിരുന്നു. നേഹ യാതൊരു പരിഭ്രമവും ഇല്ലാതെ ആ മണ്ഡപത്തിൽ നിന്നും പുറത്തേക്ക് നടന്നു. അമന്റെ മാതാപിതാക്കൾ തലകുനിച്ചു നിന്നു. അവർ ആഗ്രഹിച്ച വംശമഹിമയും ആഡംബരവും ഒരു നിമിഷം കൊണ്ട് അപമാനത്തിന്റെ കരുനിഴലായി. അമൻ മണ്ഡപത്തിലെ പടികളിൽ തളർന്നിരുന്നു. തന്റെ ഷർവാണിയും തലപ്പാവുമെല്ലാം അവനൊരു ഭാരമായി തോന്നി. അവൻ ആറവിനെ തൊടാൻ കൈകൾ നീട്ടി. പക്ഷെ കവിത ഒരടി പിന്നോട്ട് മാറി. അമൻ, നിങ്ങൾ ഇന്ന് സമ്പന്നനായിരിക്കാം, എന്നാൽ ഈ കുട്ടിയുടെ വളർച്ചയിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. നിങ്ങൾ ഉപേക്ഷിച്ച ആ വന്ധ്യ ഇന്നൊരു അമ്മയാണ്. പക്ഷെ നിങ്ങൾ വെറും ഒരു തോറ്റ മനുഷ്യനാണ്. കവിതയുടെ വാക്കുകൾ അമന്റെ ഉള്ളിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. ആറവ് അപ്പോഴും പശ്ചാത്താപം കൊണ്ട് വിങ്ങുന്ന അമനെ അത്ഭുതത്തോടെ നോക്കി നിന്നു. അമന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം വെളിപ്പെട്ട ആ നിമിഷം ആഡംബരങ്ങൾ നിറഞ്ഞ ആ മണ്ഡപം ഒരു ശ്മശാനം പോലെ നിശബ്ദമായി. പണവും പ്രതാപവും കൊണ്ട് താൻ നേടിയതെല്ലാം വെറും ഒരു വട്ടപൂജ്യമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ തന്റെ 2 കൈകൾ കൊണ്ടും മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ ഒരു പിതാവിന്റെ പശ്ചാത്താപമായിരുന്നു. തന്റെ അഹങ്കാരത്തിന് വിധി നൽകിയ ഏറ്റവും വലിയ ശിക്ഷയായിരുന്നു അത്. സത്യത്തിന്റെ ആ കഠിനമായ വെളിച്ചത്തിൽ അമൻ എന്ന അഹങ്കാരി എരിഞ്ഞില്ലാതാകുകയായിരുന്നു. ആഡംബരങ്ങളുടെ പകിട്ടിൽ മുങ്ങി നിന്നിരുന്ന ആ വിവാഹ മണ്ഡപം ഒരു നിമിഷം കൊണ്ട് ശ്മശാന തുല്യമായ നിശബ്ദത്തിലേക്ക് വഴുതി വീണു. അഗ്നികുണ്ഡത്തിലെ കനലുകൾ എരിഞ്ഞു തുടങ്ങിക്കൊണ്ടിരുന്നു. അമൻ തന്റെ രാജകീയമായ തലപ്പാവ് ഊരി മണ്ണിലെറിഞ്ഞു. വില കൂടിയ ഷർവാണിയുടെ അലങ്കാരങ്ങൾ ഇപ്പോൾ അവന് മുൾച്ചെടികൾ പോലെ ശരീരത്തിൽ തറയ്ക്കുന്നതായി തോന്നി. പശ്ചാത്താപത്തിന്റെ ഭാരം താങ്ങാനാവാതെ അവൻ കവിതയുടെ പാദങ്ങളിലേക്ക് വീണു. കവിത, എന്നോട് ക്ഷമിക്ക്. ഞാനൊരു മനുഷ്യനായിരുന്നില്ല, വെറും ഒരു മൃഗമായിരുന്നു. അവന്റെ വാക്കുകൾ വിങ്ങലുകളിൽ മുങ്ങിപ്പോയി. പാട്നയിലെ ആ വലിയ സദസ്സിന് മുന്നിൽ താൻ പടുത്തുയർത്തിയ അഹങ്കാരത്തിന്റെ കോട്ടകൾ ഓരോന്നായി തകർന്ന് മണ്ണടിയുന്നത് അവൻ അറിഞ്ഞു. അവന്റെ കണ്ണുനീർ കവിതയുടെ പാദങ്ങളെ നനച്ചു. തന്റെ തെറ്റുകൾക്ക് ഒരിക്കലും മാപ്പില്ലെന്ന് അവന്റെ ആത്മാവ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. മണ്ഡപത്തിൽ കൂടിയിരുന്ന അതിഥികൾ നിശബ്ദരായി ആ കാഴ്ച നോക്കി നിന്നു. അല്പം മുൻപ് വരെ അവനെ പുകഴ്ത്തിയിരുന്നവർ ഇപ്പോൾ അവനെ സഹതാപത്തോടെയും പുച്ഛത്തോടെയുമാണ് നോക്കിയത്. അപ്പോഴാണ് ആറവ് യാതൊന്നും മനസ്സിലാകാതെ തന്റെ കുഞ്ഞു വിരലുകൾ കൊണ്ട് അമന്റെ വിരലുകളിൽ പതുക്കെ സ്പർശിച്ചത്. ആ കുഞ്ഞു കൈകളുടെ തണുപ്പ് അമന്റെ ഹൃദയത്തിലേക്ക് ഒരു വൈദ്യുതാഘാതം പോലെ പടർന്നു. തന്റെ ചോരയെ, തന്റെ ജീവനെ ഇത്രയും കാലം തള്ളി പറഞ്ഞല്ലോ എന്നോർത്തപ്പോൾ അമൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ അലറിക്കരഞ്ഞുപോയി. കവിത തന്റെ പാദങ്ങൾ അമന്റെ അരികിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചില്ല. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ പഴയ ആ വേദനയോ പകയോ ഉണ്ടായിരുന്നില്ല. മറിച്ച് വൈകി വന്ന വിവേകത്തെ നോക്കുന്ന ഒരു ഗാംഭീര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എഴുന്നേൽക്കമ്മൻ. കവിതയുടെ ശബ്ദം ശാന്തമായിരുന്നു. ഈ ലോകത്ത് മാപ്പ് നൽകുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെ ആറവ് എന്റെ ഉള്ളിൽ വളർന്നപ്പോൾ ഞാൻ അനുഭവിച്ച ഏകാന്തതയ്ക്കും എന്നെ വന്ധ്യാന്ന് വിളിച്ച് നിങ്ങൾ പുറത്താക്കിയപ്പോൾ എന്റെ മാതാപിതാക്കൾ അനുഭവിച്ച മാനസിക വിഷമത്തിനും ആര് മാപ്പ് നൽകും? നഷ്ടപ്പെട്ട ആ 4 വർഷങ്ങൾ ആർക്കെങ്കിലും തിരിച്ചു നൽകാൻ കഴിയുമോ? അവളുടെ ചോദ്യങ്ങൾ അമന്റെ ഓരോ കോശത്തിലും ചമ്മട്ടി പ്രഹരമേൽപ്പിച്ചു. എങ്കിലും കവിത തന്റെ ഉള്ളിലെ മാതൃത്വത്തെ ഒരു ആയുധമായി ഉപയോഗിച്ചില്ല. അമനെ തകർക്കുന്നതിലൂടെ തന്റെ മകനെ നഷ്ടപ്പെടുന്നത് ഒരു അച്ഛനെയാണെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. ആറവ് അമന്റെ മടിയിലേക്ക് പതുക്കെ ചാഞ്ഞു നിന്നു. അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ലെങ്കിലും ആ കുഞ്ഞിന്റെ സഹജമായ ചോദന അവനെ അമനിലേക്ക് അടുപ്പിച്ചു. കവിത ദീർഘമായി ഒന്ന് ശ്വസിച്ചു. അവൾ മുകളിലേക്ക് നോക്കി. അവിടെ മണ്ഡപത്തിലെ വൈദ്യുത ദീപങ്ങൾ ഓരോന്നായി അണയുകയായിരുന്നു. പകരം കിഴക്ക് വശത്ത് പുലരിയുടെ ആദ്യ കിരണങ്ങൾ ജനലിലൂടെ ഉള്ളിലേക്ക് അരിച്ചു കയറി. എന്റെ മകന് വേണ്ടി, അവന് ഒരു അച്ഛന്റെ സ്നേഹം ലഭിക്കണം എന്ന ഒരൊറ്റ കാരണത്താൽ ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകുന്നു, കവിത പറഞ്ഞു.
അത് കേട്ടപ്പോൾ അമന്റെ ഉള്ളിൽ ഒരു പുതിയ ജീവൻ മുളപൊട്ടുന്നത് പോലെ തോന്നി. അതൊരു പുനർജന്മമായിരുന്നു. തന്റെ ഭൂതകാലത്തെ കറുത്ത ഏടുകൾ കഴുകിക്കളയാൻ തനിക്ക് ലഭിച്ച അവസാനത്തെ അവസരമാണിതെന്ന് അമൻ തിരിച്ചറിഞ്ഞു. അവൻ പതുക്കെ എഴുന്നേറ്റ് നിന്ന് ആറവനെ മാറോട് ചേർത്ത് പിടിച്ചു. തന്റെ കുഞ്ഞിന്റെ ഹൃദയമെടുപ്പ് ആദ്യമായി അറിഞ്ഞ അമൻ താൻ ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നത് ഒരു ശവത്തെ പോലെയായിരുന്നുവെന്ന് മനസ്സിലാക്കി. നേഹ നേരത്തെ തന്നെ ആ വേദി വിട്ടുപോയിരുന്നു. ആ മണ്ഡപത്തിൽ അപ്പോൾ ശേഷിച്ചത് കവിതയും അമനും ആറവും പിന്നെ സത്യത്തിന്റെ കഠിനമായ വെളിച്ചവും മാത്രമായിരുന്നു. അമന്റെ മാതാപിതാക്കൾ കുറ്റബോധത്തോടെ കവിതയുടെ അരികിലെത്തി. അവർക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. കവിത അവരുടെ കൈകൾ പതുക്കെ ചേർത്ത് പിടിച്ചു. അമൻ തന്റെ ആഡംബര വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു. പഴയ സാധാരണ മനുഷ്യനായി അവൻ മാറി. അവർ മൂവരും ചേർന്ന് ആ വലിയ ആഘോഷ നഗരിയിൽ നിന്നും പുറത്തിറങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് അപമാനിതയായി ഇറങ്ങിപ്പോയ അതേ പടിവാതിൽക്കലൂടെ കവിത വീണ്ടും ആ വീട്ടിലേക്ക് പ്രവേശിച്ചു. പക്ഷെ ഇത്തവണ അവൾ ഒരു ഇരയായിട്ടല്ല, മറിച്ച് ആ വീടിന്റെ ആധാരമായിട്ടാണ് കയറിയത്. അമൻ അവളുടെ പിന്നാലെ നടന്നു. ആ വീടിന്റെ ചുവരുകൾക്ക് ഇപ്പോൾ പഴയ ആ നിശബ്ദതയല്ലായിരുന്നു. ആറവ് ആ വലിയ മുറികളിലൂടെ ഓടി നടന്നു. അവന്റെ ചിരി ആ വീടിന്റെ ഓരോ കോണിലും പുതിയൊരു ഊർജ്ജം നിറച്ചു. പുറത്ത് സൂര്യൻ ഉദിച്ചുയരുകയായിരുന്നു. അഹങ്കാരത്തിന്റെയും തെറ്റിദ്ധാരണയും കടിനിഴലുകൾ നീങ്ങി പുതിയൊരു പുലരി പാറ്റ്നയിലെ ആ തെരുവിൽ ഉദിച്ചു. പണത്തെക്കാളും പ്രഭാതത്തെക്കാളും വലുത് വിവേകവും തിരിച്ചറിവുമാണെന്ന് അവൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. ഒരു മനുഷ്യന്റെ വില അവന്റെ സമ്പത്തിലല്ല, മറിച്ച് അവൻ പുലർത്തുന്ന സത്യസന്ധതയിലാണെന്ന് ആ പ്രഭാതം അവരെ ഓർമ്മിപ്പിച്ചു. സ്നേഹത്തിന്റെ തണലിൽ ആ ചെറിയ കുടുംബം വീണ്ടും തളർത്തു തുടങ്ങുകയായിരുന്നു. കവിത എന്ന പോരാളി തന്റെ മകന് വേണ്ടി നേടിയെടുത്തത് വെറും ഒരു അച്ഛനെയല്ല, മറിച്ച് തെറ്റുകൾ തിരുത്തി തിരിച്ചു വന്ന ഒരു നല്ല മനുഷ്യനെയായിരുന്നു. ആ വീടിന്റെ ഉമ്മറത്ത് പുതിയൊരു വസന്തം വിരിഞ്ഞു തുടങ്ങി.